നിന്നെ വിവാഹം ചെയ്തില്ല എങ്കിൽ ഞാനൊരു പുരോഹിതനാവും. എല്ലാം തുടങ്ങിയത് 12കാരൻ്റെ ആ പ്രണയലേഖനത്തിൽ നിന്നായിരുന്നു. എളിമയുള്ള ശൈലിയും ദാരിദ്ര്യത്തോടുള്ള കരുതലും ജീവിത പ്രമാണമാക്കി ലോകത്തെ ആകർഷിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ബെനഡിക്ട് 16 പിൻഗാമിയായിട്ട് 2013 മാർച്ച് 13 അർജന്റീനയിൽ നിന്നുള്ള ഹോർഹോയ് മരിയ ബെർഗോളിയ ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്തേക്ക് എത്തിയത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭരണകാലം സഭയുടെ പരിപ്രവർത്തനത്തിൻ്റെ കാലം കൂടിയായിരുന്നു. എന്നാൽ അതിന് വളരെ മുൻപ് തന്നെ വിശ്വാസ വഴികളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒന്നിൽ നിന്നായിരുന്നു. ഒരു കത്ത്, ഒരു തിരസ്കരണം, ഒരു കൗമാരക്കാരൻ്റെ ഹൃദയവേദന, അതിൽ നിന്നായിരുന്നു തുടക്കം. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലാണ് ഹോർഹോയ് മരിയ ബെർഗോളിയയുടെ ജനനം. റെയിൽവേ ജീവനക്കാരനായിരുന്ന മാരിയോ ജോസ് ബെർഗോളിയ ആയിരുന്നു പിതാവ്. റെജീന സവോറി മാതാവായിരുന്നു. ബ്യൂണസ് ഐറസിലെ മേംബ്രെല്ലർ സ്ട്രീറ്റിലെ കുട്ടിക്കാലത്ത് ഹോർഹോയ് മരിയ ബെർഗോളിയോ തൻ്റെ അയൽപ്പക്കക്കാരിയായ പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. അമാലിയ ഡാമോണ്ടെ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. എല്ലാം തുടങ്ങിയത് ഒരു കത്തിൽ നിന്നായിരുന്നു. ആ കൗമാരക്കാരൻ്റെ കത്ത് അമാലിയ തിരസ്കരിച്ചു. അത് അവനിൽ വിഷാദവും ഹൃദയവേദനയും ഉണ്ടാക്കി. പതിറ്റാണ്ടുകൾക്ക് ശേഷം അസോസിയേറ്റഡ് പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അമാലിയയാണ് പ്രണയലേഖനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. കത്തിനൊപ്പം ചുവന്ന മേൽക്കൂരയുള്ള ഒരു ചെറിയ വെളുത്ത വീടും അദ്ദേഹം വരച്ചു നൽകി. നമ്മൾ വിവാഹിതരാകുമ്പോൾ ഇത് സ്വന്തമാക്കുമെന്ന് അദ്ദേഹം കത്തിൽ പറഞ്ഞു. ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ല എങ്കിൽ ഞാനൊരു പുരോഹിതനാവാൻ പോകുന്നുവെന്നും കത്തിൽ എഴുതിയിരുന്നുവെന്ന് അമാലിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അമാലിയയ്ക്ക് കത്തിലെ കാര്യങ്ങൾ ബാലിശമായിട്ടാണ് തോന്നിയത്. പക്ഷേ കത്ത് അമാലിയയുടെ വീട്ടിൽ പിടിക്കപ്പെട്ടു. കത്ത് അമ്മ പൊട്ടിച്ച് വായിച്ച ശേഷം നിനക്കൊരു ആൺകുട്ടിയുടെ പ്രണയലേഖനം ലഭിച്ചോ എന്ന് ചോദിച്ചതായിട്ടും അമാലിയ പറയുകയുണ്ടായി. ഈ സംഭവത്തിന് ശേഷം ഇരുവരെയും അകറ്റി നിർത്താൻ മാതാപിതാക്കൾ കഴിയുന്നതെല്ലാം ചെയ്തതായിട്ടും അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കി. അധികം വൈകാതെ മേബ്രില്ലർ സ്ട്രീറ്റിൽ നിന്ന് ബെർഗോളിയോ കുടുംബതാമസം മാറുകയുണ്ടായി. അമാലിയയും കുടുംബവും അവിടം വിട്ടു. അമാലിയ മറ്റൊരാളെ വിവാഹം കഴിച്ച് കുടുംബിനിയാവുകയും ചെയ്തു. പക്ഷെ തൻ്റെ അയൽക്കാരനെ കുറിച്ച് അവരെന്നും ഓർമ്മിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ശ്രമിച്ചിരുന്നില്ല. ഹോർഹോ മരിയ ബെർഗോളിയോ ആകട്ടെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ബ്യൂണസ് ഐറസ് സർവകലാശാലയിൽ ചേർന്നു. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടുകയുണ്ടായി. പൗരോഹിത്യയിലേക്കുള്ള ഉൾവിളി ഉണ്ടായതോടുകൂടി കാമുകിയുടെ ഓർമ്മകൾ കുഴിച്ചുമൂടി ബ്യൂണസ് ഐറസ് ആർച്ച് ബിഷപ്പായിരിക്കെ കർദിനാൾ ഹോർഹോയ് മരിയ ബെർഗോളിയ 2013 കാത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് ബിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയാണ് ഹോർഹോയ് മരിയ ബെർഗോളിയ.